ഞാനേ ഇതിൻ്റെ ഇടയിൽ കുറ്റിപ്പുറമൊക്കെ ഒന്ന് പോയിട്ടാ പാസ്മക്കൂട്ടാണ്ടായിട്ടില്ല. പിന്നെ സ്ഥിരം പോകണതല്ല, സ്ഥിരം കാണിക്കണതല്ല വെച്ചിട്ട് ഞാൻ വീഡിയോസ് എടുക്കാൻ. അപ്പോൾ അത് അതിൻ്റെ ഇടയിൽ ഞാൻ സിപ്പപ്പ് വാങ്ങി. ഇന്നലെ ഞാൻ വാങ്ങിയിരുന്നിട്ട് നല്ല രസമുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചിക്കുവിൻ്റെ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വാങ്ങി കഴിച്ചപ്പോൾ ടേസ്റ്റ് വരുമ്പോൾ ഇന്ന് വാങ്ങിയതാട്ടോ. പാസ്മക്കൂട്ടൻ എന്താ വെച്ച് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ മാംഗോൻ്റെ ആണ് കേട്ടോ വാങ്ങിയത്. ഇന്നലെ അങ്ങനത്തെ വാങ്ങിയത്, പക്ഷെ ഇന്ന് ഇല്ല തോന്നുന്നു. അപ്പോൾ അത് വാങ്ങിയപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ഞാനിതാ ബ്ലൗസുകൾ തയ്ക്കാനുണ്ട്. പിന്നെ ഇതാ പാൻറ്റ് കട്ട് ചെയ്യാൻ പോകുക കേട്ടോ. അതിൻ്റെ ചുരിദാർ കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതേ കണ്ടോ, ചുരിദാർ കട്ടിങ് കഴിഞ്ഞേക്കണ്. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് ബ്ലൗസ് അടിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പിന്നെ ലൈനിങ്ങിനൊന്ന് പോയി. ലൈനിങ്ങും പിന്നെ ഡിസൈൻ ചെയ്യാനുള്ള ലേസൊക്കെ ഒന്ന് വാങ്ങാൻ വേണ്ടി പോയി. ഇതൊക്കെ വാങ്ങി വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞങ്ങൾ ഉച്ച നേരമായി. അപ്പോൾ ഇന്നും പൊതിച്ചോറാണ് കേട്ടോ കൊണ്ടുവന്ന്. ബാസ്മിക്കുട്ടൻ പറഞ്ഞാൽ അവനക്ക് തുറക്കടാ, ഇന്ന് എന്തൊക്കെയുണ്ട് കാണിച്ചു കൊടുക്കുക. ഇപ്പം ഇന്നെന്താ ഉള്ളത്? ചോറ്, മുട്ട വറുത്തത് അസ്മിക്കുട്ടനിക്കുള്ളതാണ്. പിന്നെ അച്ചാറ് മാങ്ങച്ചാറാണ് കേട്ടോ. ക്യാബേജ് അല്ല, എന്താണ്? ബീട്രൂട്ട്. ഗുഡ് ബോയ്. പിന്നെ പച്ചക്കറി കറിയാണ് കേട്ടോ. വേറെ ഒന്നൊന്നുമില്ല. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. പറയേ നെഞ്ഞ് കഴിക്ക്. അപ്പോൾ വേഗം കഴിച്ചൂട്, എന്നിട്ട് വേണം വെച്ചിക്ക് അടുത്ത പരിപാടി തുടങ്ങാൻ. അപ്പോൾ ഒരു ചുരിദാർ അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ അടുത്തത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ ചുരിദാർ ഇങ്ങനെ തയ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് സുന്ദരമായിട്ട് എനിക്ക് ചായ കൊണ്ടുവന്നു കേട്ടോ. ചായ ഉണ്ട്. പിന്നെ അതിക്ക് കഴിക്കാനും ഞാനൊരു പഴം വാങ്ങിയിട്ടുണ്ട്. രാവിലെ വാങ്ങിയാട്ടോ. ഇടനേരത്ത് കഴിക്കാൻ പഴമാണുള്ളത്. പിന്നെ അതിൻ്റെ ഇടയിൽ അസ്മിക്കുട്ടനെ ഞാൻ ഉറക്കിയിരുന്നു കേട്ടോ. ആൾ നല്ല ഉറക്കത്തിലാണ്. ആൾ ഫുഡൊക്കെ കഴിച്ച് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം ചായ കുടിക്കട്ടെ. ഇപ്പോൾ സമയം 5:08. ഞാൻ ജസ്റ്റ് ഒരു അരമണിക്കൂർ നേരം അവൻ്റെ കൂടെ കിടന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. അവനൊന്ന് ഉറക്കി കഴിഞ്ഞിട്ടൊക്കെയാണ് ഇപ്പോൾ ഞാൻ ചായ എടുക്കാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചുരിദാർ തയ്ക്കൽ കഴിഞ്ഞു കേട്ടോ. ഇതാണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഇതിൻ്റെ മുന്നേ ഒന്ന് തയ്ച്ചു കൊണ്ടേട്ടോ. അത് ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ കാണിച്ചിരുന്നു. അപ്പോൾ അത് അതിൻ്റെ ബാക്കിയുള്ളതാണ്. പിന്നെ നല്ല അടിപൊളി പിസ്ത പച്ചയാണ്. പിന്നെ സാധാരണ സ്ലിറ്റുള്ള ചുരിദാറാണ്. ആ ഫ്രണ്ടിലത്തെ ആ വർക്ക്, അതാ എംബ്രോയിഡറി വർക്ക് എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതിൻ്റെ വേറൊരു കളറാണ് കഴിഞ്ഞ ആഴ്ച അടിച്ചുണ്ടായത് കേട്ടോ. സാധാരണ റൗണ്ട് നെക്കാണ്, സ്ലീവ് ഉള്ളതാണ്, അത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ അതാ അവരുടെ കൂടെ ഉള്ള തന്നെയാണ് ഇതും കേട്ടോ. പിന്നെ എന്താണ്, ഞാൻ അന്ന് കല്യാണത്തിന് പോയി തന്നെയല്ലേ, അവർക്കുള്ളതാണ്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞതാണ്. ഇപ്പോൾ ഡീറ്റെയിൽസ് ആയിട്ട് ഇനി പറയണമെന്നില്ല. പിന്നെ ഇതിൽ ഞാൻ സ്ലീവിന് ലൈനിങ് കൊടുത്തില്ല. പിന്നെ ചെറിയൊരു പഫ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാധാരണ പോലെ തന്നെ റൗണ്ട് നെക്കാണ്. അത് ഒന്നാമത് ഇതിമ കഴുത്തുണ്ടല്ലോ, അപ്പോൾ അത് നമുക്ക് വേറെ കഴുത്ത് കൊടുക്കാൻ പറ്റില്ല. ഇതിമുള്ള തന്നെ പോലെ കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിമലും ആ എംബ്രോയിഡറി വന്നത് നല്ല ഭംഗിയായിട്ടില്ലേ. നേരിട്ട് കാണാൻ നല്ല കുറച്ചും കൂടി ഭംഗിയുണ്ട് കേട്ടോ. ക്യാമറയിൽ കുറച്ച് കളറ് ക്ലിയർ കുറവാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇപ്പോൾ ഞാൻ ഇന്ന് കംപ്ലീറ്റ് ആക്കിയ 2 വർക്ക് കേട്ടോ. ഞാനിന്ന് നേരത്തെ ഷോപ്പിൽ നിന്ന് പോകുന്നു കേട്ടോ. അപ്പോൾ നേരം 6 മണിയായി. അതിൻ്റെ ഇടയിൽ ഇതാ ഞാനൊന്ന് ഉറങ്ങി കേട്ടോ. പിന്നെ ഇന്നലെ ഞാനൊരു 2 മണി അതിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് കിടന്നു. അപ്പോൾ എന്നിട്ടാണ് ഞാൻ ആ ബ്ലൗസുകളൊക്കെ ചുരിദാറൊക്കെ തയ്ച്ചത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അർഷ വന്നിട്ടാണ് ഞാൻ കുറ്റിപ്പുറം പോകണമെന്നുണ്ടോയെന്നാണ്. അപ്പോൾ ഞാനുണ്ട്, എനിക്കൊരു മെറ്റീരിയൽസ് വാങ്ങാനുണ്ട്. അപ്പോൾ അസ്മിക്കുട്ടൻ പറഞ്ഞ് ഞാനുണ്ട്. അങ്ങനെ ഞങ്ങൾ 3 കൂടി പോകും കേട്ടോ. അപ്പോൾ എന്തായാലും പോകല്ലേ, ചെറിയ ഷോപ്പിങ്ങൊക്കെ നടത്താൻ വിചാരിച്ച്. അങ്ങനെ എനിക്ക് എന്താ പറയുക, പരാഗിലേക്ക് പോകണില്ല, തൽക്കാലം കുറ്റിപ്പുറത്ത് നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ച്. അവിടെ ഇല്ലെങ്കിൽ പരാഗിലേക്ക് പോകണട്ടൊക്കെ മെറ്റീരിയൽസ് വാങ്ങാൻ. അപ്പോൾ അതാ ഞാൻ ആദ്യം സിൽസിലെ പോയി, അവിടെ കിട്ടിയില്ല. അപ്പോൾ ഇത് സീനത്താണ് കേട്ടോ. സീനത്തിൽ മെറ്റീരിയൽസ് ഉണ്ട്. പിന്നെ അതാ കണ്ടോ, അതൊക്കെ കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇതിപ്പോൾ നമ്മൾ ബ്ലൗസ് മാക്സി തുണി അല്ലേ, അതൊക്കെ അടിക്കൂലേ, ഒരു ഗൗണ് പോലെ, അതിനുള്ള തുണി കേട്ടോ. അപ്പോൾ അതാ എനിക്ക് ഒരു മെറ്റീരിയൽസ് കിട്ടിയത്. അങ്ങനെ ഞാൻ അവിടുന്ന് പോന്നു. അപ്പോൾ അതാ അതിൻ്റെ ഇടയിൽ
അവൾക്ക് മിഠായിയാണ് എന്നിട്ട് മിഠായി വാങ്ങി കൊടുത്ത്. പിന്നെന്താ വാങ്ങി? പൊറോട്ട. പിന്നെ മുട്ടക്കറി. ആ പിന്നെ ഒന്നുയ്യ. എന്നാൽ ശരി.